അവിടുത്തെ ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സും അവിടെയുള്ള വയനാടിൻ്റെ 2 രീതിയിൽ അത് നോക്കേണ്ടതുണ്ട്. മുത്തങ്ങ, മുതുമല, ബന്ദിപ്പൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക. അവിടുത്തെ കണക്ക് അവിടെ 400ഓളം കടുവ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. വയനാട് മുത്തങ്ങ മാത്രമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. മുത്തങ്ങ മാത്രമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് 120 കടുവയായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നത്? 5 വർഷം മുമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. ബിറ്റ്വീൻ ദ 3 ടുഗദർ 400 കണക്ക്. ഇറ്റ് ഈസ് 400. ഇത് 120 നേരത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കിൽ 80 ഉള്ളൂ. 120 എന്നുള്ളത് 40 കുറഞ്ഞ് 80. അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ എടുത്താൽ അറിയാമല്ലോ. അല്ല, എന്താ പറയാൻ മിനിസ്റ്ററുടെ ആ പ്രസ്താവന അതൊരു പാനിക് ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രശ്നം. കാരണം അവിടെ കടുവകൾ കൂടുതലുണ്ടെന്നും ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാനുള്ള ഒരു കാരണം വരികയാണത് അങ്ങനെ പറയുമ്പോൾ. കാരണം ഇതൊരു ലിമിറ്റഡ് അല്ല, ഒരു ആനിമലും അല്ല, ഈവൻ എലിഫൻസ്. കാരണം ഒരു സെൻസസിൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് ജോഗ്രഫിക്കൽ ബോർഡേഴ്സ് വെച്ച് എടുക്കാൻ പറ്റില്ല ആനിമൽസിൻ്റെ കാര്യത്തിൽ. എസ്പെഷ്യലി വി ഹാവ് കണ്ടിന്യൂവേഷൻ ആണ് ഫോറസ്റ്റ്. ഞാൻ പറഞ്ഞതേ ഞാൻ പാനിക്കാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനത് പിന്നെയും നോക്കിയതാണ്. അതാണ് ഇത് 3ഉം കൂടെ ചേർത്ത് നോക്കുമ്പോൾ 398 അങ്ങനെ എന്തോ ആണ് ഒരു ഫിഗർ. ഇത്രയും ടോട്ടൽ കടുവ ഉണ്ട്. അതിൽ അവസാനത്തെ കണക്കിൽ വെച്ച് 80 കടുവ മുത്തങ്ങയിലുണ്ടായിരുന്നു. ഇതെല്ലാം എസ്റ്റിമേഷനാണ്, ഞാനത് സമ്മതിക്കുന്നു. പ്രോപ്പർ ക്യാമറ ട്രാപ്പും പല രീതിയിലുള്ള പറഞ്ഞു തീർത്തിട്ട് എസ്റ്റിമേഷൻ വെച്ച് ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതുണ്ട്. എന്താണേലും അവിടെ ടെറിട്ടറി പാനിക് ചെയ്യുന്ന പറയുമ്പോൾ ഈ ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റിൽ കുറേ ചാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് 50% ചത്തിയത്ത് പോകും എന്നുള്ളതാണ് ഒരു കണക്ക്. അതകത്ത് തന്നെ സംഭവിക്കുന്നത്. എന്നാലും കുറച്ച് പുറത്തിറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് മറ്റ് മേഖലയേക്കാൾ കൂടുതലായി വയനാട്ടിൽ ടൈഗർ അറ്റാക്ക് ഉണ്ടാകുന്നത്. മിനിസ്റ്റർ വേറൊരു കാര്യം കൂടി